വിശ്വാസത്തിൻ്റെ പാതയിൽ നടക്കുന്ന നിഷ്കളങ്കന് മുന്നിൽ പർവ്വതങ്ങൾ നിരപ്പാകും. എന്നാൽ പാപത്തിൻ്റെ വഴിയിൽ നടക്കുന്നവന് മുന്നിൽ സമതലങ്ങൾ പോലും കുഴികളായി മാറും. നമ്മുടെ മുൻപിലുള്ള വഴി എത്ര കഠിനമാണ് എന്നതിനേക്കാൾ പ്രധാനം നാം ആരുടെ കൂടെ ഏത് ഹൃദയത്തോടെ നടക്കുന്നു എന്നതാണ്. ദൈവവചനം ഇപ്രകാരം പറയുന്നു, നീതിമാന്റെ പാത നിരപ്പായതാകുന്നു, നീതിമാന്റെ വഴി അവിടുന്ന് ചൊവ്വാക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. ബൈബിളിലെ യോശുവയുടെയും ഇസ്രായേൽ ജനത്തിൻ്റെയും ജീവിതം ഇതിന് വലിയൊരു ഉദാഹരണമാണ്. യെരിഹോ കോട്ട എന്ന വലിയ പർവ്വതം അവരുടെ മുൻപിൽ ഒരു തടസ്സമായി നിന്നു. എന്നാൽ ദൈവത്തിലുള്ള നിഷ്കളങ്കമായ വിശ്വാസത്തോടെ അവർ ആ മതിലിനെ ചുറ്റും നടന്നപ്പോൾ ആ വലിയ മതിൽ നിരപ്പായി. അതേസമയം പാപത്തിൻ്റെ വഴി തെരഞ്ഞെടുത്ത് ആഖാന്റെ മുൻപിൽ ജയിക്കാമായിരുന്ന ചെറിയ യുദ്ധം പോലും വലിയൊരു പരാജയ കുഴിയായി മാറി. വിശ്വാസമുള്ളവന് കല്ലും മുള്ളും നിറഞ്ഞ വഴിയിൽ പോലും പൂമത്ത വിരിച്ചതുപോലെ നടക്കാൻ കഴിയും. എന്നാൽ അവിശ്വാസിക്ക് കൊട്ടാരത്തിൻ്റെ തറ പോലും അഴുവഴുപ്പുള്ളതായി അനുഭവപ്പെടും. നിങ്ങളുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ ദൈവം നിങ്ങളുടെ വഴികാട്ടിയാകും. ഹൃദയം അശുദ്ധമാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബുദ്ധി തന്നെ നിങ്ങൾക്ക് കെണിയാകും. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ വഴിയെ പഴി പറയുന്നതിന് മുൻപ് നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുക. എൻ്റെ ഉപദേശം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തടസ്സങ്ങൾ കാണുമ്പോൾ ഭയപ്പെടരുത്. പകരം ദൈവത്തിലുള്ള നിഷ്കളങ്കമായ വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുക. നിങ്ങൾ വിശുദ്ധിയോടെയും വിശ്വാസത്തോടെയും നടക്കുകയാണെങ്കിൽ ലോകം അസാധ്യമെന്ന് കരുതുന്ന പർവ്വതങ്ങളെ ദൈവം നിങ്ങൾക്ക് മുൻപിൽ നിരപ്പാക്കും. നേരായ പാത തെരഞ്ഞെടുക്കുക. ദൈവം നിങ്ങളുടെ ചുവടുകളെ ഉറപ്പിക്കും. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്കായി ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.